നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ എതിർപ്പ് തള്ളിയാണ് രാഹുൽ സഭയിലെത്തിയത്. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖം മൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പുള്ളു സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. പാലിക്കരയിൽ ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും നടപടി. വാർത്തകൾ വിശദമായി. ലൈംഗിക ചൂഷണ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ എതിർപ്പ് തള്ളിയാണ് രാഹുൽ സഭയിലെത്തിയത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക ബ്ലോക്കായി ഇരുത്തുമെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ ഇരുന്നത്. പിന്നീട് നിയമസഭയിൽ നിന്ന് രാഹുൽ മടങ്ങി. സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ എത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നെയിം ഷെജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖം മൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. SFI KSU സംഘട്ടനത്തിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് തലമൂടിയും കൈവിലങ്ങണിഞ്ഞും കോടതിയിലെത്തിച്ചത്. കോടതി പോലീസ് നടപടിയെ വിമർശിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി വഴി റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാഴൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന് വീട്ടിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദറാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വേലായുധന് ഉറപ്പു നൽകിയത്. നിവേദനം നൽകാൻ എത്തിയപ്പോഴാണ് അത് വാങ്ങാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേലായുധനെ മടക്കി അയച്ചത് വാർത്തയായിരുന്നു. പുള്ളു ചെമ്മാപ്പള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടെയായിരുന്നു സംഭവം. നിവേദനം വാങ്ങാതെ ഗൃഹനാഥനെ മടക്കി അയച്ച സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മറ്റൊരു പാർട്ടി അദ്ദേഹത്തിന് വീട് വെച്ചു നൽകാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എന്റെ ശൈലിയല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പുള്ളിൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച കൊച്ചുവേലായുധനെ സന്ദർശിച്ച് CC മുകുന്ദൻ MLA. കൊച്ചുവേലായുധന്റെ വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. കൊച്ചുവേലായുധൻ നിവേദനം MLAക്ക് നൽകി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1,20,000 രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ കൊച്ചുവേലായുധൻ നിവേദനം നൽകിയത്. എന്നാൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ എന്നിവർ കൂടെയുണ്ടായിരുന്നു. പാലിയക്കരയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. നിലവിൽ ടോൾ പിരിവിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആഗസ്റ്റ് 6 മുതലാണ് ടോൾ പിരിവ് തടഞ്ഞത്. ഹൈക്കോടതി ഉത്തരവിട്ടത്. സർവീസ് റോഡുകളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണം ഇഴയുന്നതും കുരുക്ക് മൂലം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗതം ദുസ്സഹമാകുന്നു. ഇത് സംബന്ധിച്ച് കളക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും. തൃശൂർ പരിശുദ്ധ വ്യാകുലമാത തീർത്ഥ കേന്ദ്രത്തിൽ ഇന്ന് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നു. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിയിൽ രാത്രി വരെ നേർച്ചഭക്ഷണം വിതരണമുണ്ടാകും. കുന്നംകുളം ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. 70 വയസ്സോളം പ്രായം തോന്നിപ്പിക്കുന്ന വയോധികയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ 6 മണിയോടെ കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ചാട്ടുകുളത്തിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം മൃതദേഹം ചാട്ടുകുളത്തിൽ നിന്ന് പുറത്തെടുത്തു. തമിഴ്നാട് സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം.
കുന്നംകുളത്ത് പോലീസിന്റെ മർദ്ദനത്തിനിരയായ കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത് വിവാഹിതനായി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിലുണ്ടായിരുന്നു. നേതാക്കളായ ഷാഫി പറമ്പിൽ, K മുരളീധരൻ എന്നിവർ ഇന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതായി എത്തുന്നുണ്ട്. റിലീസ് സിനിമയുടെ ടിക്കറ്റ് തീർന്നതിനെ തുടർന്ന് മറ്റൊരു തിയേറ്ററിലേക്ക് പോകുവാനുള്ള തിടുക്കത്തിൽ കുട്ടിയെ തിയേറ്ററിൽ മറന്നുവെച്ച് മാതാപിതാക്കൾ. രണ്ടാമത്തെ തിയേറ്ററിൽ കയറിയ അവർ ഇടവേള സമയം വരെ കുട്ടി ഒപ്പമില്ലെന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല. ഗുരുവായൂരിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഒപ്പമുള്ളവരെ കാണാതായപ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ കുട്ടി തിയേറ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിയോട് കാര്യം തിരക്കിയപ്പോഴാണ് കൂടെയുള്ളവർ മറ്റൊരു തിയേറ്ററിലേക്ക് പോയ വിവരം അറിയുന്നത്. ട്രാവലിലാണ് തങ്ങൾ വന്നതെന്ന് കുട്ടി പറഞ്ഞു. അതുപ്രകാരം ജീവനക്കാർ അപ്പാസ് തിയേറ്ററിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയം ആകാറായി. സിനിമ നിർത്തിവെച്ച് തിയേറ്ററുകാർ കുട്ടി നഷ്ടപ്പെട്ട കാര്യം അനൗൺസ് ചെയ്തു. അതോടെ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ തിരികെ ആദ്യത്തെ തിയേറ്ററിലെത്തി സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കൈമാറി. ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആന്റി ടോർച്ചർ ലോ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുറുക്കഞ്ചേരി സെന്ററിൽ നടന്ന യോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജു കാവുങ്കൽ, ബിന്നി പൊന്തക്കൻ, ജോയ് K ആന്റണി, റോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെ അവരവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചട്ടുകമാക്കുമ്പോൾ അകാലത്തിൽ വിട പറഞ്ഞ മാതാവിന്റെ ഓർമ്മയ്ക്കായി ആംബുലൻസ് നാടിന് സമർപ്പിച്ച സഹോദരങ്ങൾ. ക്യാൻസർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മരത്തങ്കോട് മണ്ടുമ്പാൽ മിനിയുടെ ഓർമ്മയ്ക്കായി മക്കളായ മെബിൻ, ഫ്രാൻസിസ്, ബെബിൻ എന്നിവരാണ് പന്നിത്തടം യൂത്ത് വോയ്സ് മിനി മെമ്മോറിയൽ ഗ്രൂപ്പ് എന്ന പേരിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചത്. കുന്നംകുളത്ത് പാസ്റ്റർ MG ഇമ്മാനുവൽ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പാസ്റ്റർമാരായ കൊച്ചുണ്ണി, ജെയിംസ് മേമന, സന്തോഷ് ജോൺ, അനിൽ തിമോത്തി തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 9 ആയിരുന്നു മരണപ്പെട്ടത്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു അമ്മ മരിച്ചിട്ട്. അതിനുശേഷമാണ് നമുക്ക് ഈ ആശയം നമുക്ക് മനസ്സിൽ വന്നത്. അപ്പോൾ ഞാൻ അമ്മേനെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നാൾ ഹോസ്പിറ്റലിലായിട്ട് ഒരു 3 വർഷത്തോളം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ നടന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാക്കി. അതായത് പൈസ ഇല്ലാണ്ട് അവർക്കൊരു ആംബുലൻസ് വിളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ. അപ്പോൾ നമുക്ക് അങ്ങനൊരു മനസ്സിലൊരു ആശയം അങ്ങനെയാണ് വന്നത്. മറ്റേ ഇല്ലാത്തൊരാൾക്കാരാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സേവനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടവേള. ഗോബോ നന്ദിയുടെ ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിന് സൗഹൃദ സംഗമത്തോടെ സമാപനം. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കയ്പമംഗലം MLA ET ടൈസൺ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി, മഹൽ ഖത്തീബ് ഡോക്ടർ സലീം നദ്വി, ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി, KS ഖൈസാബ് എന്നിവർ സംസാരിച്ചു. പതിവായിട്ട് സൗഹൃദ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. വരുന്ന സന്ദർഭത്തിലും വെള്ളിയാഴ്ച
തൃപ്രയാർ മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭയാത്ര സംഘടിപ്പിച്ചു. ഉറിയടി മത്സരം, ഗോപൂജ, പുരാണ ക്വിസ് മത്സരം എന്നിവയും നടന്നു. പൂമല SNDP ശാഖായോഗത്തിന്റെ ശാഖാ ഓഫീസും കമ്മ്യൂണിറ്റി ഹാളും ഉദ്ഘാടനം തലപ്പിള്ളി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭരതൻ പുളിക്കൽ, VV ശിവദാസൻ, MK ബാബു, ബിനു ശശി തുടങ്ങിയവർ ആ ഗുരുവിന്റെ ചൈതന്യത്തിൽ നിന്ന് വീണ തുള്ളികളായിരുന്നു ഇന്നത്തെ മഴ. തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല വായന മത്സരവും എഴുത്ത് പരീക്ഷയായും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. കഥാകൃത്ത് P. ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് V. മുരളി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KK ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ഈ വായനശാലയിൽ പോകുന്നവരായി മാറണം. വായനശാലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോടാലി മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് ശിവരാമൻ പൊതിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയകുമാർ പള്ളത്ത്, യൂണിയൻ പ്രതിനിധി രാഘവൻ, വനിതാ സമാജം പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ ആദ്യ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 21-ന് വടക്കാഞ്ചേരിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി SR മുത്തുകൃഷ്ണൻ, G. രാകേഷ്, അഡ്വക്കേറ്റ് സുനിൽ ബിന്ദു, KR ജയകുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അബ്ദുൾ അസീസിന്റെ കഥാസമാഹാരമായ വെളിയംകോടിന്റെ TNA കവി സച്ചിദാനന്ദൻ അശോകൻ ചെരുവിലിന് നൽകി പ്രകാശനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തക ഷാജി റമനാഫ് അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, K. ജയരാജൻ, ശശി കളരിയേൽ, അനു വർഗീസ്, ഫൈസൽ ഭാവ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. നമ്മൾ എന്ന പേരിൽ നടന്ന പരിപാടി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ ഡോക്ടർ SK വസന്തൻ, പ്രൊഫസർ KV രാമകൃഷ്ണൻ, MD രത്നമ്മ, K. രഘുനാഥൻ, CR ദാസ്, ഡോക്ടർ ധർമ്മരാജ്, K. ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സമാഹരണം നടന്നു. വസന്തം എന്ന ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിനും തുടക്കം കുറിച്ചു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി രാജലക്ഷ്മി മാനഴി, അനിത വർമ്മ, മാധ്യമപ്രവർത്തകരായ അഭിജിത്ത് തലച്ചിറ, പ്രദീപ് ഉണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അങ്ങനെ ആഘോഷിക്കുമ്പോൾ വസന്തം മാഷത്തിൽ ആഘോഷിക്കുന്ന SK വസന്തം മാഷിനെ എല്ലാവരും നല്ല കുടുംബങ്ങളെയും നന്മയുള്ള കരുത്തുമുള്ള സമൂഹത്തെയും വാർത്തെടുക്കുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. ഇടവകയുടെ സഹസ്രാബ്ദ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരംഭകരും ജനപ്രതിനിധികളുമെല്ലാമായി കൂടുതൽ സ്ത്രീകൾ സമൂഹ മാധ്യമത്തിലേക്ക് കടന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇടവക ട്രസ്റ്റിമാരെയും സമൂഹ നേതൃനിരയിലേക്ക് വനിതകൾ കടന്നുവരേണ്ടതുണ്ട്. മാർ ടോണി നീലങ്കാവിൽ ചൂണ്ടിക്കാട്ടി. ശരണം ശരണം ശരണം
അന്തിക്കാട് പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അരിമ്പൂർ സ്വദേശി അഖിൽ യേശുദാസിനെ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സന്ദർശിച്ചു. പോലീസിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അഖിലിനോട് ചോദിച്ചറിഞ്ഞ സുധീരൻ നീതിക്ക് വേണ്ടി അഖിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചു. ചിറമനേങ്ങാട് കുറിഞ്ചൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കണ്ണന് പിറന്നാൾ സമ്മാനമായി ഗരുഡ പ്രതിമ സമർപ്പിച്ചു. ചിറമനേങ്ങാട് പുലിയത്ത് അഭിലാഷ്, അശ്വതി, അരുൺ, അനീഷ, അഭിലാഷ് എന്നിവർ വഴിപാടായിട്ടാണ് പ്രതിമ സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി രാമസ്വാമി അയ്യർ സമർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കാക്കാശ്ശേരി സ്വദേശി കുളങ്ങാട്ടിൽ രാജുവാണ് 4 അടി ഉയരത്തിലും 7 അടി വീതിയിലും ഗുരുവായൂർ മഞ്ചുളാലിലെ ഗരുഡ പ്രതിമയുടെ മാതൃകയായിലാണ് ശില്പം പണിതീർത്തത്. ചാവക്കാട് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയ സന്ദർശകരിൽ ഒരാൾ ഗുണ്ട് പൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. ലൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ മുകളിൽ കയറിയ യുവാക്കളുടെ സംഘത്തിൽപ്പെട്ടയാളാണ് കയ്യിൽ കരുതിയിരുന്ന ഗുണ്ട് പൊട്ടിച്ചതായി പറയുന്നത്. ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. ഗുണ്ട് പൊട്ടിച്ച യുവാവിന് കൈകളിൽ പരിക്കേറ്റതായി പറയുന്നു. ശബ്ദം കേട്ട് ലൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരും മറ്റും എത്തിയെങ്കിലും യുവാക്കളുടെ സംഘം പരിക്കേറ്റ ആളുമായി സ്ഥലം വിട്ടിരുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ എതിർപ്പ് തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പുള്ളു സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. പാലിയേക്കരയിൽ ടോൾ പിരിവ് സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.